ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് ബ്രേക്കിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഏതായാലും വിപണിക്ക് അപ്രതീക്ഷിതമായിട്ട് ലഭിച്ച ഒരു 50 ബേസിസ് പോയിന്റ്സിൻ്റെ റേറ്റ് കട്ട് വിപണിയെ വീണ്ടും ട്രിഗർ ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് ഒരു ഡയറക്ഷൻ ലഭിക്കാൻ സാധിക്കാതെ വളരെ കൺസോൾഡേറ്റഡ് ആയിട്ടൊരു റേഞ്ചിൽ നിന്നുകൊണ്ടായിരുന്നു ട്രേഡ് ചെയ്ത് വരുന്നതെങ്കിൽ ഇന്നായിരുന്നു ആ ദിവസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ദിവസങ്ങൾക്ക് ശേഷം 25,000 എന്നൊരു ലെവൽ മറികടന്നുകൊണ്ട് വിപണി കുതിച്ചിരിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ടുന്നത് നിഫ്റ്റി ബാങ്ക് ഫൈനാൻഷ്യൽ സർവീസ് സൂചിക ഓൾ ടൈം ഹൈ റെക്കോർഡ് ഇപ്പോൾ തിരുത്തി കുറിച്ചിരിക്കുകയാണ്. ഏതായാലും നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതൽ അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ 25,085 എന്ന നിലയിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. തുടക്കത്തിൽ ഒരുപക്ഷെ നമ്മൾ രാവിലെ മാർക്കറ്റ് സ്ക്രീനിൽ അടക്കം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വളരെ വെയിറ്റ് ആൻഡ് വാച്ച് ഒരു പോളിസിയാണ് നിക്ഷേപകർ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായി RBIയുടെ ഭാഗത്തു നിന്നും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്തിയതിനു ശേഷം മാത്രമേ ഒരു കറക്റ്റായിട്ടൊരു ആക്ടിവിറ്റിയിലേക്ക് കടക്കുന്നു. ഏതായാലും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്തിയതിന് പിന്നാലെ വളരെ ശക്തമായിട്ട് ബുള്ളിഷ് മൊമെന്റമാണ് അല്ലെങ്കിൽ ട്രിഗറാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ 260 പോയിന്റ്സിന്റെ അപ്സൈഡ് മൊമെന്റം രേഖപ്പെടുത്തിക്കൊണ്ടാണ് നിഫ്റ്റി 50 ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് സൂചികയുമാണ് ഇന്നത്തെ താരമായിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി സർവകാല ഉയരം തിരുത്തി കുറിച്ചിരിക്കുകയാണ്. 56,000 എന്നൊരു ലെവൽ മറികടന്നുകൊണ്ട് 56,650.2 എന്നൊരു നില ഒരുപക്ഷെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും ഒരു റെക്കോർഡ് ലെവൽ തിരുത്തി കുറിക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. 868 പോയിന്റ്സിന്റെ മുന്നേറ്റത്തിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡിംഗ് നടക്കുന്നതെങ്കിൽ നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് സൂചികയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും 26,922.2 എന്നൊരു ഓൾ ടൈം ഹൈയിലേക്ക് കുതിച്ചിരിക്കുകയാണ്. നിലവിൽ ആ ഒരു റേഞ്ചിന് വളരെ അടുത്ത് നിന്നുകൊണ്ട് 26,906 എന്നൊരു നിലയിൽ ഏകദേശം 520 പോയിന്റ്സ് അപ്സൈഡ് മൊമെന്റമാണ് നമുക്ക് നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിലും കാണാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം ഇന്ന് എടുത്തു പറയേണ്ടുന്നത് ഇൻട്രസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള നിഫ്റ്റി ഓട്ടോ റിയൽറ്റി മേഖലകളിലും വളരെ ശക്തമായിട്ടുള്ളൊരു കുതിപ്പ് തന്നെയാണ് കാണുന്നത്. 1.25% ഒരു മുന്നേറ്റം നിഫ്റ്റി ഓട്ടോ സെഗ്മെന്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. റിയൽറ്റി സൂചിക ഒരുപക്ഷെ ഇന്നലെ തുടങ്ങിയ ആ ഒരു റാലി ഇന്നും കണ്ടിന്യൂ ചെയ്തിട്ട് പൂർവാധികം ശക്തിയോടുകൂടി റിയൽറ്റി സൂചിക അവിടെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും RBIയുടെ പ്രസ്താവന അല്ലെങ്കിൽ ഗവർണറുടെ പ്രസ്താവനകൾ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ അണ്ടർലൈനായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് പണപ്പെരുപ്പത്തെക്കാൾ ഉപരി ഇനി മുന്നോട്ടേക്ക് അതായത് ഗ്രോത്തിന് തന്നെ ആയിരിക്കും RBI കൂടുതലായിട്ടൊരു ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനായിട്ട് തന്നെയാണ് 25 ബേസിസ് പോയിന്റ്സ് ആയിരുന്നു റേറ്റ് കട്ടിന് പ്രതീക്ഷിച്ചത് എങ്കിൽ 50 ബേസിസ് പോയിന്റ്സിന്റെ ഒരു റേറ്റ് കട്ടും അതിനോടൊപ്പം ക്യാഷ് റിസർവ് റേഷ്യോയിലും 100 ബേസിസ് പോയിന്റ്സിന്റെ കുറവ്, അതായത് 4% CRR ഇപ്പോൾ 3% RBI ചുരുക്കിയിരിക്കുന്നത്. ഒരു ഡബിൾ ധമാക്കെ പുഷാണ് ഇപ്പോൾ RBIയുടെ ഭാഗത്ത് നിന്ന് ഗ്രോത്തിനായിട്ടുണ്ടായിരിക്കുന്നത്. ഏതായാലും RBIയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. RBIയുടെ ഭാഗത്തുനിന്ന് പരിശോധിക്കുമ്പോഴേക്കും ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ചിട്ട് വളരെ റിസീലിയൻ്റ് ആയിട്ട് നിലകൊള്ളുന്നു എന്ന് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിനിടയ്ക്കും അതിനോടൊപ്പം തന്നെ താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നിലനിൽക്കുമ്പോൾ പോലും ഇന്ത്യൻ ഇക്കോണമിക്ക് അതിൻ്റെ കരുത്ത് കാട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പല സെക്ടേഴ്സിലും പ്രത്യേകിച്ചും ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡിവിഡൻഡ് അടക്കം വലിയ തോതിൽ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് ഒരു പേസ് കൊടുത്തിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ അഗ്രികൾച്ചർ മേഖല റിവൈവ് ചെയ്യുന്നു, എക്സ്പോർട്ടിംഗ് മേഖല, സർവീസ് മേഖല അതിൻ്റെ കുതിപ്പ് തുടരുന്നു എന്നതടക്കം ഇന്ത്യൻ മാക്രോയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള അപ്ഡേഷൻസ് ആണ് RBI ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് GDP അനുമാനങ്ങളിൽ കുറവ് വരുത്താതെ, അതായത് 2026 സാമ്പത്തിക വർഷത്തിൽ 6.5% നിലനിർത്തിയിരിക്കുന്നത്. CPIയിലേക്ക് എത്തുകയാണെങ്കിൽ 4% നിന്ന് 3.7% കുറച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റ് അനുമാനങ്ങൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിലുള്ള അനുമാനങ്ങളും CPIയുടെ കേസിൽ കുറച്ചിട്ടുണ്ട്. ക്വാർട്ടർ 1-ൽ 7%, രണ്ടാം ക്വാർട്ടറിൽ 2.9%, മൂന്നാമത്തെ ക്വാർട്ടറിൽ 3.9%, നാലാമത്തെ ക്വാർട്ടറിൽ 4.4%വുമായിട്ടാണ് പണപ്പെരുപ്പത്തിന്റെ അനുമാനം കുറച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പണപ്പെരുപ്പം RBIയുടെ കൈപ്പിടിയിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. ഇനി RBI ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഗ്രോത്തിലേക്ക് തന്നെയാണ്. ഏതായാലും ഈ ഒരു RBIയുടെ കൂടുതൽ ഡീറ്റെയിൽസും അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഇംപ്ലിക്കേഷൻസും ഒക്കെ നമ്മളോടൊപ്പം പങ്കുവെക്കാനായിട്ട് ഇന്ന് മാർക്കറ്റ് ബ്രേക്കിൽ ഒരു എക്സ്പേർട്ട് ജോയിൻ ചെയ്യുകയാണ്. മിസ്റ്റർ KA ബാബു സാറാണ് ജോയിൻ ചെയ്യുന്നത്. അദ്ദേഹം ഫെഡറൽ ബാങ്കിന്റെ മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും ഫൈനാൻഷ്യൽ ബാങ്കിംഗ് മേഖലയിലെ ഒരു എക്സ്പേർട്ടും കൂടിയാണ്. സർ, വെൽക്കം.
സർ, ഇന്നിപ്പോൾ ഏതായാലും RBIയുടെ ഒരു റേറ്റ് കട്ട് വന്നിരിക്കുകയാണ്. അതായത് ഏകദേശം ഒരു 25 ബേസിസ് പോയിന്റ്സ് കുറയ്ക്കുമെന്നായിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ അത് ആ ഒരു എക്സ്പെക്ടേഷനൊക്കെ മറികടന്നുകൊണ്ട് 50 ബേസിസ് പോയിന്റ്സിൻ്റെ ഒരു റേറ്റ് കട്ടാണ് RBIയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കംപ്ലീറ്റ് സർപ്രൈസ് എന്ന് നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റിനെ പറയാൻ സാധിക്കുകയില്ല. പലപ്പോഴും പല സ്ഥലത്തു നിന്നും പല എക്സ്പേർട്സിൻ്റെ വ്യൂ അനുസരിച്ചിട്ടും ഒരു 50 ബേസിസ് പോയിന്റ്സിൻ്റെ ഒരു റേറ്റ് കട്ടിന് സാധ്യതയുണ്ട് എന്ന് താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു റേറ്റ് കട്ട് വന്നതിന് പിന്നാലെ ബാങ്കിങ് മേഖലയിൽ വലിയൊരു കുതിപ്പ്, ബാങ്കിങ് എന്ന് മാത്രമല്ല ബാങ്കിങ് ഫൈനാൻഷ്യൽ മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസ് സൂചിക ഓൾ ടൈം ഹൈ ലെവലിലേക്കാണ് കുതിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു റേറ്റ് കട്ടിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തൊക്കെ ഇംപ്ലിക്കേഷൻസ് ആയിരിക്കും ഈ ബാങ്കിങ്, അതിനോടൊപ്പം തന്നെ ഫൈനാൻഷ്യൽ, അത് ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സിൽ എക്സ്പെക്ട് ചെയ്യുന്നത്? താങ്ക് യു അനില. ഞാൻ അനില പറഞ്ഞ ഒരു വിഷയത്തിൽ തന്നെ തുടങ്ങാൻ വിചാരിക്കുകയാണ്. അനില ഇൻട്രൊഡക്ഷനിൽ പ്രധാനമായിട്ടും പറഞ്ഞത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി ഇപ്പോൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്, ഇൻഫ്ലേഷനെ സംബന്ധിച്ചിടത്തോളം, നാളിപ്പെരുപ്പത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏകദേശം ഒരു റീസണബിൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് റിസർവ് ബാങ്കിന്റെയോ അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെയോ നോട്ടം അല്ലെങ്കിൽ ഫോക്കസ് ഗ്രോത്തിലേക്കായിരിക്കും, രാജ്യത്തിന്റെ വളർച്ചാ നിരക്കിലേക്കായിരിക്കും എന്ന് ഇൻട്രൊഡക്ഷനിൽ തന്നെ അനില പറയുകയുണ്ടായി. അപ്പൊ അങ്ങനെയുള്ള ഒരു പൊസിഷൻ ഇതിപ്പോൾ റിസർവ് ബാങ്കിന്റെ ഇന്നത്തെ ഒരു ഡിസിഷന് വേണ്ടി മാത്രം നമ്മൾ കണ്ട ആ ഒരു ഡയറക്ഷണൽ ചേഞ്ച് അല്ല. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലെയും ഏപ്രിൽ മാസത്തിലെയും മോണിറ്ററി അവലോകന കമ്മിറ്റി 2 തവണ 25 ബേസിസ് പോയിന്റ് വീതം റിപ്പോ റേറ്റിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ റിപ്പോ റേറ്റ് കുറച്ച സമയത്ത്, ഫെബ്രുവരി മാസം കുറച്ച സമയത്ത്, അന്നത്തെ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നതും അതുപോലെ മറ്റു സാഹചര്യങ്ങളും യഥാർത്ഥത്തിൽ ഒരു റിപ്പോ റേറ്റ് കുറയ്ക്കാൻ മുഴുവനുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. എന്നിരുന്നാൽ പോലും അന്ന് പുതിയ റിസർവ് ബാങ്കിന് പുതിയ ഗവർണർ വന്നിരിക്കുന്നത് സഞ്ജീവ് സാർ വന്ന് മകരത്ര ജോയിൻ ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ അവലോകനവും തീരുമാനവും അറിയിച്ചിരിക്കുന്ന സമയമാണ്. അന്ന് 25 ബേസിസ് പോയിന്റ് കുറച്ചുകൊണ്ട് അതൊരു സർപ്രൈസ് തന്നെയായിരുന്നു. യഥാർത്ഥത്തിൽ അതുവരെ ഫോളോ ചെയ്തിരുന്ന, പ്രത്യേകിച്ച് 2024 ഫെബ്രുവരി മാസത്തിൽ വരെ, അതിനു മുൻപുള്ള 2 വർഷങ്ങളിൽ 250 ബേസിസ് പോയിന്റ്, അതായത് 2.5% ബേസിസ് പോയിന്റ് റിപ്പോ റേറ്റിൽ ഉയർത്തിയതിനു ശേഷം ഒരു വർഷം ന്യൂട്രൽ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് റേറ്റ് കുറയ്ക്കുമെന്ന് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും റേറ്റ് കുറയ്ക്കാതെ ഇൻഫ്ലേഷന്റെ കൺട്രോൾ, ഇൻഫ്ലേഷൻ മാനേജ്മെന്റിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ലിക്വിഡിറ്റി മാനേജ്മെന്റിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു നിലപാടിൽ നിന്ന് മാറി ഫെബ്രുവരി മാസത്തെ മോണിറ്ററി പോളിറ്റിയിൽ 25 ബേസിസ് പോയിന്റ്സ് കുറയ്ക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് വന്നു. അന്ന് തന്നെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ അറിയിച്ചപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞത് ഗ്രോത്തിലേക്കും കൂടെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. റിസർവ് ബാങ്കിന് രാജ്യത്തിന്റെ ഗ്രോത്തിൽ റിസർവ് ബാങ്ക് മാറി നിൽക്കേണ്ടതില്ല, റിസർവ് ബാങ്കും ഒരു പാർട്ട്ണർ ആവാം. അത് ലിക്വിഡിറ്റി മാനേജ്മെന്റും ഇൻഫ്ലേഷൻ മാനേജ്മെന്റും റിസർവ് ബാങ്കിന്റെ പ്രാഥമിക ഉത്തരവാദിത്തങ്ങളിൽ അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ പ്രാഥമിക ഉത്തരവാദിത്തങ്ങളിൽ വരുന്നു എന്നിരിക്കലും രാജ്യത്തിന്റെ വളർച്ചയിൽ നിന്ന് റിസർവ് ബാങ്ക് മാറി നിൽക്കേണ്ട ആവശ്യമില്ല, അതിനോട് ചേർന്ന് നിൽക്കാം, അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നതിൽ തെറ്റില്ലെന്നാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ഫെബ്രുവരി മാസത്തിൽ 25 ബേസിസ് പോയിന്റ് ഉയർത്തിയത്, 20 ബേസിസ് പോയിന്റ് ഉയർത്തിയതല്ല. അതിനുശേഷം ഏപ്രിൽ മാസത്തിലേക്ക് വന്ന സമയത്ത് ഇൻഫ്ലേഷന്റെ സാഹചര്യം കുറേയും കൂടെ മെച്ചപ്പെടുകയും വീണ്ടും റിപ്പോ റേറ്റ് താഴേക്ക് കൊണ്ടുവരാനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ രാജ്യത്ത്, പ്രത്യേകിച്ചും ഇന്ത്യക്ക് അകത്ത് രൂപപ്പെട്ടു വരുന്നു. ഇന്ത്യക്ക് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾ, താരിഫ്, അതുപോലെ യുദ്ധ സാഹചര്യങ്ങൾ, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, അത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ പോലും ഇന്ത്യക്ക് അകത്തുള്ള സാഹചര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങൾ റിപ്പോ റേറ്റ് കുറയ്ക്കാനായിട്ട് കൂടുതൽ അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വരികയും വീണ്ടും ഏപ്രിൽ മാസത്തിൽ 25 ബേസിസ് പോയിന്റ് കുറയ്ക്കുന്ന തീരുമാനം മോണിറ്ററി പോളിസി കമ്മിറ്റി 100% കൺസെന്റോടുകൂടെ 6 പേരുടെയും കൺസെന്റോട് കൂടെ തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. അത് ഫെബ്രുവരി മാസത്തിൽ അതിൽ 6ൽ 5 പേരിനാണ് ഉള്ളതെന്ന് ഓർക്കണം. അങ്ങനെയാണ് 50 ബേസിസ് പോയിന്റ് നമ്മൾ ഏപ്രിൽ മാസം ആയപ്പോഴത്തേനും റിപ്പോ റേറ്റിൽ കുറവുണ്ടായത്. അതിവിടെ അപ്പോൾ നമ്മുടെ ഇൻഫ്ലേഷൻ റേറ്റ് ഇന്നത്തെ പോലെ അത്രയും കംഫർട്ടബിൾ ആയിരുന്നില്ല അപ്പോഴും. പക്ഷേ ഇന്ന് മോണിറ്ററി പോളിസിയുടെ തീരുമാനത്തിലേക്ക് വന്ന സമയത്ത് 4% റിസർവ് ബാങ്ക് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ
നമുക്ക് റീസണബിൾ ആണ്, അഫോർഡ് ചെയ്യാമെന്ന് കരുതുന്ന 4% ഇൻഫ്ലേഷൻ റേറ്റിൽ നിന്ന് താഴേക്ക് പോയി 3.16 3.20 എന്ന് പറയുന്ന രീതിയിലേക്കുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിലേക്ക് ഇൻഫ്ലേഷൻ റേറ്റ് താഴെ വന്ന സാഹചര്യവും അന്തർദേശീയ തലത്തിൽ താരിഫ് മുതലായിട്ടുള്ള വിഷയങ്ങൾ, ഓയിലിന്റെ പ്രൈസുകൾ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് മുതലായ കാര്യങ്ങൾ അത്രയ്ക്കും സീരിയസ് അല്ലാതെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ചയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു നിലപാട് എടുക്കാമെന്നുള്ള കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു ഫോക്കസിലേക്ക് മോണിറ്ററി പോളിസി കമ്മിറ്റിയിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് മാർക്കറ്റ് മജോറിറ്റി പ്രതീക്ഷിച്ചത് 25 ബേസിസ് പോയിന്റ്സിന്റെ കുറവാണെങ്കിൽ പോലും 50 ബേസിസ് പോയിന്റ് കുറവ് കൊടുത്തുകൊണ്ട് ആ ഗ്രോത്തിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി കമ്മിറ്റി ഇന്ന് തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഗവർണർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കുറവ് ഞങ്ങൾ അപ്രന്റ് ആയിട്ടാണ് നിൽക്കുന്നു. അതായത് സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ 50 ബേസിസ് പോയിന്റ് ഞങ്ങൾക്ക് നിൽക്കുന്നത്. അതനുസരിച്ച് ഈ സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ രാജ്യത്തിന്റെ വളർച്ചയിലേക്ക് ആവശ്യമായിട്ട് സപ്പോർട്ട് ഞങ്ങൾ ചെയ്യുകയാണ്, അപ്രന്റ് ആയിട്ട് മുൻകൂട്ടി നൽകുകയാണ് ആ സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് 50 ബേസിസ് പോയിന്റ്സിന്റെ സപ്പോർട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയത്. അപ്പോൾ അതിന് ഇനി നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് കടന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാൻസിലേക്ക് ആണ് ഈ 50 ബേസിസ് പോയിന്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയതെങ്കിൽ പോലും ഇവിടെ നിന്ന് അങ്ങോട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസി സ്റ്റാൻസ് ന്യൂട്രൽ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയതായിട്ടും കൂടെ അദ്ദേഹം ഇന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം 50 ബേസിസ് പോയിന്റ്സ് ഇന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തതോടുകൂടെ ഇതുവരെ 100 ബേസിസ് പോയിന്റ്സിന്റെ സപ്പോർട്ട് ഇക്കോണമിക്ക് ഓൾറെഡി നമ്മൾ നൽകി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതുപോലെ മേജർ ആയിട്ടുള്ള ഒരു ജംബോ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, ന്യൂട്രൽ എന്നുള്ള രീതിയിലേക്ക് സ്റ്റാൻസ് മാറുകയാണ്. ആവശ്യമായ തീരുമാനങ്ങൾ ആവശ്യമായ നിലവിലുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കും, മോണിറ്ററി പോളിസി കമ്മിറ്റി എടുക്കും. അല്ലാതെ ഇതുപോലെയുള്ള വളരെ ജംബോ ആയിട്ടുള്ള ഒരു റിപ്പോ റേറ്റ് രീതിയിലുള്ള ഒരു സപ്പോർട്ട്, ഗ്രോത്ത് സപ്പോർട്ടിലേക്ക് ഇനി പ്രതീക്ഷിക്കേണ്ട, പക്ഷെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അത്ര തീരുമാനം എടുക്കുമെന്ന് ഉള്ള ഒരു മെസ്സേജ് ആണ് ഇന്നത്തെ പോളിസിയിൽ നിന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മോണിറ്ററി പോളിസി കമ്മിറ്റി നമുക്ക് തന്നിരിക്കുന്നത്. ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ബാങ്കിങ് സെക്ടറിലും ഫിനാൻഷ്യൽ സെക്ടറിലും ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് 50 ബേസിസ് പോയിന്റ്സിന്റെ റിപ്പോ റേറ്റിന്റെ താഴേക്ക് കുറയ്ക്കുമ്പോൾ വീണ്ടും ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് എടുക്കുന്ന ലോണിന്റെ റേറ്റ് 50 ബേസിസ് പോയിന്റ് വീണ്ടും കുറയുകയാണ്. ഈ കുറയുന്ന റേറ്റ് സാധാരണ രീതിയിൽ അടുത്ത 3 മാസത്തിനുള്ളിൽ 90 ദിവസത്തിനുള്ളിൽ ഇത് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്ന ആളുകളിലേക്ക് എത്തിച്ചേരും. അതാണ് അതിനൊരു ട്രാൻസ്മിഷൻ ടൈം ഉണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്കും സാമ്പത്തിക സ്ഥാപനങ്ങൾക്കും ഒരു തീരുമാനം വന്നാൽ, റിപ്പോ റേറ്റിൽ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ പരമാവധി 3 മാസത്തിനുള്ളിൽ ഇതിന്റെ ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 3 മാസത്തിനുള്ളിൽ തന്നെ, 1 മാസമോ 2 മാസമോ 3 മാസത്തിനുള്ളിൽ തന്നെ ഈ 50 ബേസിസ് പോയിന്റ്സിന്റെ ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അത്രയ്ക്കും അഡീഷണൽ ആയിട്ട് ബാങ്കുകളുടെ കയ്യിൽ വരുന്ന ഈ അഡീഷണൽ ഫണ്ട് അത് ഇടപാടുകാരിലേക്ക് പലിശയുടെ കുറവായിട്ടും, പുതിയ വായ്പകളുടെ പലിശയുടെ കുറവായിട്ടും, പുതിയ വായ്പയുടെ ലഭ്യതയായിട്ടും, അതുപോലെ തന്നെ നിലവിലുള്ള വായ്പ എടുത്തിരിക്കുന്ന ആളുകൾക്ക് തവണ വായ്പ എടുത്തിരിക്കുന്ന ഭവന വായ്പ, വാഹന വായ്പ, അല്ലെങ്കിൽ വ്യക്തിഗത വായ്പകൾ എടുത്തിരിക്കുന്ന, ഭൂമി പണയം വെച്ചെടുത്തിരിക്കുന്ന ഭൂപണയ വായ്പകൾ, അങ്ങനെയുള്ള വായ്പകൾക്കുള്ള തവണകളിലെല്ലാം അതിന്റെ ആനുപാതികമായിട്ടുള്ള കുറവ് വരും. ഉദാഹരണത്തിന് ഭവന വായ്പ എടുത്തിരിക്കുന്ന ഒരു ഇടപാടുകാരനാണെങ്കിൽ, ഒരു 25 ലക്ഷം രൂപയുടെ ഹോം ലോൺ എടുത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം 25 വർഷത്തേക്കാണ് ആ ലോൺ എടുത്തിരിക്കുന്നതെങ്കിൽ ഇതുവരെയുള്ള 100 ബേസിസ് പോയിന്റ്സിന്റെ കുറവ് വെച്ച് നോക്കിയാൽ മാത്രം ഏകദേശം 1650 രൂപ ഇദ്ദേഹം ഇപ്പോൾ അടയ്ക്കുന്ന EMI നിന്ന് മാസം തോറും കുറവ് വരും. അത് വലിയൊരു തുകയാണ്. അത് മാസം തോറും വരുന്ന കുറവാണ്. അതുപോലെ വാഹന വായ്പയുടെ കാര്യത്തിലാണെങ്കിലും, വ്യക്തിഗത വായ്പയുടെ കാര്യത്തിലാണെങ്കിലും, ഇതുപോലെ ഭൂപണയ വായ്പയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം തന്നെ ഈ ഒരു കുറവ് നിലവിൽ വായ്പ എടുത്തിരിക്കുന്ന ആളുകളിലേക്ക് വരും. അപ്പൊ അത്രയ്ക്ക് അഡീഷണൽ ഫണ്ട്, അഡീഷണൽ ലിക്വിഡിറ്റി ആളുകളിലേക്ക് വന്ന് ചേരുകയാണ്. അതുപോലെ തന്നെ പുതിയ വായ്പ എടുക്കുന്ന ആളുകൾക്കും ഈ പലിശയുടെ കുറവ് അവർക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് ഉടനെ തന്നെ ഇതിന്റെ ഒരു ഡിസിഷൻ വഴി ഇക്കോണമിയിലും അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലും വരുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു മാറ്റം. അതുകൊണ്ട് കൂടെയാണ് ബാങ്കുകളുടെ ഈ പലിശ ശതമാനത്തിൽ കുറവ് വരുന്നതനുസരിച്ച് കൂടുതൽ വായ്പയ്ക്ക് ഡിമാൻഡ് വരും. അതനുസരിച്ച് കൂടുതൽ വായ്പകൾ നൽകും ബാങ്കുകൾ. അതനുസരിച്ച് കൂടുതലായിട്ടുള്ള സാമ്പത്തിക വികസന കാര്യങ്ങൾ നടക്കും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിഫ്റ്റിയുടെയൊക്കെ പ്രത്യേകിച്ച് ബാങ്ക് ഇൻഡെക്സ് എല്ലാം പെട്ടെന്ന് മേലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം അതാണ്. അത് മാത്രമല്ല CRRന്റെ കുറവും കൂടെ നടന്നിട്ടുണ്ട്.
താങ്കളിപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സാധാരണക്കാരെ സംബന്ധിച്ച്, കാരണം റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരുപക്ഷെ സാധാരണക്കാർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതേസമയം അവരുടെ ഭവന വായ്പ അല്ലെങ്കിൽ വാഹന വായ്പ എന്ന് പറയുമ്പോഴേക്കും കറക്റ്റായിട്ട് അവർക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഒരു ട്രാൻസ്മിഷൻ റേറ്റ് ആ ഒരു പീരീഡിനുള്ളിൽ തന്നെ ഈ ഒരു പലിശ ഇളവ് സാധാരണക്കാരിലേക്കും എത്തിക്കുമെന്നാണ്. പക്ഷേ പലപ്പോഴും ഇപ്പോൾ ഞാൻ തന്നെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കുകളിൽ ചെല്ലുമ്പോഴേക്കും അതായത് ഈ നിലവിലത്തെ ഒരു വായ്പകൾ നൽകുന്നതിൻ്റെ ടേം വർദ്ധിപ്പിക്കുക, ടേം കുറയ്ക്കുക, അതായത് നിലവിലെ പലിശ നിരക്ക് നൽകിക്കൊണ്ട് ടേം കുറയ്ക്കുക എന്നൊരു കസ്റ്റമിലേക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ശരിക്കും സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് അവർക്കൊരു ചോയ്സ് ഉണ്ടോ? അതായത് എടുക്കുന്ന വായ്പയുടെ ടേം നിലനിർത്തിക്കൊണ്ട് കുറഞ്ഞ പലിശ നിരക്കിൽ തന്നെ പലിശ അടച്ചു പോകാനുള്ള ഒരു ചോയ്സ് സാധാരണ നിക്ഷേപകർക്കുണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ നിക്ഷേപകർക്കുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു തീരുമാനം ഇടപാടുകാർക്ക് കൊടുക്കണമെന്നാണ്. ഇപ്പൊ ഭവന വായ്പ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ സൂചിപ്പിച്ചു 25 ലക്ഷം രൂപയുടെ ഭവന വായ്പയാണ് 25 വർഷത്തേക്ക് എടുത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ തവണ തുകയിൽ 1650 രൂപയുടെ കുറവ് വരും. ഇപ്പോൾ ഇദ്ദേഹം നേരത്തെ അടച്ചിരിക്കുന്ന തുക തന്നെ അടഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ കാലാവധി കുറച്ചു തരണം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇപ്പൊ നിലവിലുള്ള തവണ അടച്ചു തന്നെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാലാവധിക്ക് മുൻപ് തന്നെ 1 വർഷമോ 2 വർഷമോ മുൻപ് തന്നെ ഈ ലോൺ അടഞ്ഞു തീരും. കാരണം അദ്ദേഹം അടയ്ക്കുന്നത് തവണ തുകയേക്കാൾ കൂടിയൊരു തുകയാണ്. ഇപ്പോഴത്തെ രീതിയിലുള്ള ഡിമാൻഡ് ചെയ്യുന്ന തവണ തുകയേക്കാൾ കൂടിയ തുകയാണ് അദ്ദേഹം ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ തുടർന്ന് അടയ്ക്കാൻ തടസ്സമൊന്നുമില്ല. അത് ഇടപാടുകാരന്റെ ഒരു ഇഷ്ടമാണ്. പക്ഷേ ഈ കുറഞ്ഞ തവണ തുക കൊടുക്കണം എന്നുള്ളത് ബാങ്കുകൾക്ക് നിർബന്ധമാണ്. അതായത് ഒരാൾ എനിക്ക് വേണ്ട എന്ന് പറയത്തത്തോളം കാലം ഈ കുറഞ്ഞ തവണ തുകയിലുള്ള ഈ കുറവ് ആൾക്ക് കൊടുക്കണം. അതിനുവേണ്ടിയാണ് ഈ തീരുമാനം എടുക്കുന്നത്. അങ്ങനെ കുറഞ്ഞ തവണ തുക കുറയുമ്പോൾ കൂടുതൽ ഫണ്ട് ഇടപാടുകാരുടെ കയ്യിൽ വരുന്നു. അദ്ദേഹം അത് മറ്റു രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. കൺസംഷൻ പർപ്പസിനാവാം, മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിനാവാം, സേവിങ്സിനാവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ മറ്റെന്തെങ്കിലും റിക്വയർമെന്റിനാവാം. ഇതെല്ലാം ഇക്കണോമിയിലുള്ള ആക്ടിവിറ്റീസ് വർദ്ധിപ്പിക്കാൻ, പണത്തിന്റെ ലഭ്യത കൂട്ടുകയും ഇക്കണോമി ആക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ കൂടെ സഹായിക്കുന്ന രീതിയിലാണ് അത്തരം തീരുമാനങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര ഗവൺമെന്റിലും എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതാണ് പ്രാഥമികമായിട്ട് ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്യൂട്ടിയാണ്, മാൻഡേറ്ററി ആയിട്ടുള്ള ഡ്യൂട്ടിയാണ്, റെഗുലേറ്ററി ഡ്യൂട്ടിയാണ് ഇത് ഈ കുറവ് വരുന്ന തവണ തുക കുറച്ച് കൊടുക്കണം എന്നുള്ളത് തന്നെ. അത് വേണ്ട എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് വേണ്ടെന്ന് പറയാം. പക്ഷേ അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് നേരത്തെ അടച്ചിരിക്കുന്ന തവണ തുക തന്നെയാണ് അടഞ്ഞു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും 1 വർഷമോ 2 വർഷമോ അതിന്റെ കാലാവധിയുടെ രീതി അനുസരിച്ചും അടയ്ക്കുന്ന തുകയുടെ രീതി അനുസരിച്ചും നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന കാലാവധിക്ക് മുൻപ് തന്നെ ഈ ലോൺ അടഞ്ഞു തീരും. പിന്നെ ഈ കാലാവധി നീട്ടണം എന്ന് പറയുന്ന ഒരു സാഹചര്യം സാധാരണ രീതിയിൽ പലിശ വർദ്ധിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. പലിശ വർദ്ധിപ്പിക്കുമ്പോൾ തവണ തുക വർദ്ധിക്കും. 1000 രൂപയുള്ള തവണ തുക 1100 രൂപയായി വർദ്ധിക്കുകയാണെങ്കിൽ 1100 രൂപ എനിക്ക് അടയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ 1000 രൂപ തന്നെ അടയ്ക്കുള്ളൂ, എനിക്ക് 1 വർഷത്തേക്കും കൂടെ നീട്ടി തരണം, അല്ലെങ്കിൽ 2 വർഷത്തേക്കും കൂടെ നീട്ടി തരണം, ഈ തുക തന്നെ അടച്ചാൽ മതി എന്നുള്ള രീതിയിലുള്ള തീരുമാനം ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ഇടപാടുകാർ ബാങ്കിൽ ആവശ്യപ്പെടേണ്ടത്, എനിക്ക് എന്റെ കാലാവധി നീട്ടി തരണം. തവണ കുറയുന്ന സാഹചര്യത്തിൽ നാച്ചുറലി അതിന്റെ കാലാവധി കുറഞ്ഞു വരും, നമ്മൾ ആ തവണ തന്നെ അടയ്ക്കുകയാണെങ്കിൽ, ആ തവണ തുക തന്നെ അടയ്ക്കുകയാണെങ്കിൽ. അല്ല നമ്മൾ തവണ തുക കുറച്ചാണ് അടയ്ക്കുന്നതെങ്കിൽ പിന്നെ കാലാവധി കുറയില്ല. കാരണം അതനുസരിച്ചാണ് EMI അഡ്ജസ്റ്റ്മെന്റ്, ഒരു റീ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത്. റീഷെഡ്യൂളിംഗ് എന്നാണ് ബാങ്കുകൾ പറയുന്നത്. അതനുസരിച്ച് EMI റീഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ ഓപ്ഷൻ ഇടപാടുകാരുടെ അദ്ദേഹത്തിന് ഓപ്ഷൻ കൊടുക്കണം എന്ന്. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പം താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു പലിശ നിരക്ക് കുറയ്ക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ബാങ്കിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോഴത്തേനും അത് ശരിക്കും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലേ? കാരണം ബാങ്കുകളെ സംബന്ധിച്ചിട്ട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു വരുമാനം എന്ന് പറയുന്നത് ലോണുകൾക്ക് നൽകുന്ന അല്ലെങ്കിൽ ലോണുകൾ മൂലമുള്ള പലിശയാണ്. അത് പരിശോധിക്കുമ്പോഴേക്കും ലോണുകളുടെ പലിശ കുറയുക എന്നാൽ ബാങ്കുകളുടെ വരുമാനം കുറയുക എന്നത് തന്നെയാണ്. ഓൾറെഡി ഇന്ത്യയിലെ ബാങ്കുകളുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഒരു അല്പം പ്രഷറൈസ്ഡ് ആണ് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു റേറ്റ് കട്ട് കുറയ്ക്കുന്നത് ഒരു ലോങ് ടേം ബേസിസിൽ പറയുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കുകളുടെ ഫൈനാൻഷ്യൽ ഹെൽത്തിനെ അത് എങ്ങനെയായിരിക്കും ബാധിക്കുക? അതായത് ഒരു ഷോർട്ട് ടൈം കാര്യമായിട്ട് മാത്രം കാണേണ്ടതില്ല അനില. അതായത് ശരിയാണ്, നമ്മൾ ബാങ്കുകളുടെ റിപ്പോ റേറ്റ് കുറയ്ക്കുന്ന സമയത്ത് വായ്പകളുടെ പലിശ റേറ്റ് കുറയും, അതുപോലെ ബാങ്കുകൾക്ക് കിട്ടുന്ന പലിശ വരുമാനം കുറയും, അങ്ങനെ അവരുടെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് പറയുന്നത് ശരിയാണ്. ഞാൻ ഇതിനെ മറുചോദ്യം ചോദിക്കുകയാണ്. ഈ 250 ബേസിസ് പോയിന്റ് കോവിഡിന് ശേഷം 2024 ഫെബ്രുവരി മാസം വരെയുള്ള സമയത്ത് 250 ബേസിസ് പോയിന്റ് കൂട്ടിയ സമയത്ത് ഇതിന്റെ അഡീഷണൽ ഇൻകം ബാങ്കുകൾക്ക് കിട്ടിയതല്ലേ? ആ സമയത്തെല്ലാം ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം നിമ്പ് വളരെ ഉയർന്ന നിലയിൽ കാണിച്ചതല്ലേ?
അപ്പം ഈ കൊടുത്തിരിക്കുന്ന വായ്പകളിലും ഇനി കൊടുക്കാൻ പോകുന്ന വായ്പകളിലും കൂടുതലായിട്ടുള്ള ഇൻകം ബാങ്കുകൾക്ക് കിട്ടുന്ന സമയത്ത്, പ്രത്യേകിച്ചും അതിന് ആനുപാതികമായിട്ട് ഡെപ്പോസിറ്റിന്റെ റേറ്റിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാതിരുന്ന ഒരു സാഹചര്യത്തിൽ ബാങ്കുകളുടെ എല്ലാം തന്നെ നിം 2250 ബേസിസ് പോയിന്റ് കൂട്ടിയ സമയത്തും അതിന് തുടർച്ചയായിട്ട് 5-6 മാസങ്ങളിലേക്കും കഴിഞ്ഞ 2 ക്വാർട്ടർ ആയിട്ടുള്ളൂ ബാങ്കുകളുടെ നിം അല്പം താഴേക്ക് നിൽക്കാൻ തുടങ്ങിയത്. അതിനു മുമ്പ് ന്യൂട്രൽ സ്റ്റാൻഡ് ആയിരുന്ന സമയത്ത് പോലും 2024 ഡിസംബർ വരെ എങ്കിലും ബാങ്കുകളുടെ നിം ഉയർന്നു നിൽക്കാൻ കാരണം നേരത്തെ കിട്ടിയിരിക്കുന്ന 250 ബേസിസ് പോയിന്റിലെ ഇൻട്രസ്റ്റ് റേറ്റിലെ വർധനവാണ്. അപ്പോൾ ഇതൊരു ഷോർട്ട് ടേം ഫിനോമിനയാണ്. ബാങ്കുകളുടെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഫണ്ട് എത്രയാണ്, അതുപോലെ തന്നെ ഈ ലോണിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഈൽഡ് എത്രയാണ്, അല്ലെങ്കിൽ ഈൽഡ് ഓൺ അഡ്വാൻസ് എത്രയാണ്, ഇത് രണ്ടിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് ബാങ്കുകളുടെ ഒരു പ്രൈസിംഗ് മെട്രിക്സ്. അപ്പോ ഈ ലോണിന്റെ റേറ്റ് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബാങ്കുകൾ ഡെപ്പോസിറ്റിന് കൊടുക്കുന്ന റേറ്റും താഴേക്ക് കൊണ്ടുവരും. ഇപ്പൊ നിലവിൽ കോൺട്രാക്റ്റിലുള്ള ഡെപ്പോസിറ്റുകൾ ഉണ്ടാവും, ഓൾറെഡി ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഉണ്ടാവാം, അതുപോലെ കാലാവധി ഡെപ്പോസിറ്റുകൾ ഉണ്ടാവും. അത് 7% ഒരു കോൺട്രാക്ട് ഉള്ളതെങ്കിൽ ആ കോൺട്രാക്ടിന്റെ കാലാവധി കഴിയുന്നത് വരെ ആ റേറ്റ് ബാങ്കുകൾ കൊടുത്തേ സാധിക്കുള്ളൂ. പുതിയ ഡെപ്പോസിറ്റ് എടുക്കുന്ന സമയത്ത് കുറഞ്ഞ പലിശയ്ക്കായിരിക്കും ബാങ്കുകൾ എടുക്കുന്നത്. പഴയ ഡെപ്പോസിറ്റുകൾ കാലാവധി കഴിയുമ്പോൾ പുതുക്കിയിടുന്നത് പുതിയ കുറഞ്ഞ റേറ്റിലായിരിക്കും. അപ്പോൾ ഈ ഒരു ഇന്റർമീഡിയറ്റ് പീരീഡ്, അതായത് ഈ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഒരു ട്രാൻസ്മിഷൻ ഡെപ്പോസിറ്റിന്റെ ഭാഗത്ത് വരുന്നത്, പുതിയ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുമ്പോൾ ഉടനെ കുറഞ്ഞ റേറ്റിലായിരിക്കും സ്വീകരിക്കുക. പഴയ ഡെപ്പോസിറ്റിന്റെ കാലാവധി കഴിഞ്ഞ് അത് പുതുക്കിവിടുന്ന സമയത്തായിരിക്കും പുതിയ റേറ്റ് വരുന്നത്. അപ്പൊ അതിനൊരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്. സാധാരണ രീതിയിൽ 1 വർഷത്തെയാണ് ബാങ്കുകളുടെ അധികം ഡെപ്പോസിറ്റുകൾ നിൽക്കുന്നത്, 1 വർഷത്തെ കാലാവധിയിലാണ്. അപ്പൊ ഒരു ശരാശരി ഒരു 6 മാസം കൂടെ ഈ 1 വർഷത്തെ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു 6 മാസത്തെ കാലാവധിയിൽ വരുന്ന പുതുക്കൽ എന്ന് പറയുന്ന ട്രാൻസ്മിഷൻ, ആ ഒരു പ്രോസസ് കഴിയുന്നത് വരെ ഡെപ്പോസിറ്റുകൾക്ക് അധിക പലിശ കൊടുത്തോണ്ടിരിക്കും, അല്ലെങ്കിൽ കോൺട്രാക്ട് റേറ്റ് ഇൻട്രസ്റ്റ് കൊടുത്തോണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ റേറ്റ് കുറയും. പുതിയ ഡെപ്പോസിറ്റുകൾക്ക് തീർച്ചയായിട്ടും കുറഞ്ഞ റേറ്റ് ആയിരിക്കും ബാങ്കുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രൈസിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഫണ്ടിന്റെയും ഈൽഡ് ഓൺ അഡ്വാൻസിന്റെയും ഒരു ഫംഗ്ഷനാണ്. അത് ആവശ്യമായിട്ടുള്ള രീതിയിൽ റെഗുലേറ്റ് ചെയ്യാൻ ബാങ്കുകൾക്ക് സാധിക്കണം. അത് ബാങ്കുകളുടെ ഒരു അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റിന്റെയും പ്രൈസിംഗിന്റെയും ഫംഗ്ഷനാണ്. അത് ബാങ്കുകളാണെങ്കിലും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ചെയ്യുന്നതാണ്. പക്ഷേ അനിൽ ചോദിച്ചത് ശരിയാണ്, ഈ വരുന്ന ക്വാർട്ടറിൽ ആ ഒരു ട്രാൻസ്മിഷൻ 2 രീതിയിലും പൂർണ്ണമായിട്ട് നടക്കുമോ, അതനുസരിച്ച് നിമ്മിൽ കൂടുതലായിട്ടൊരു ചലഞ്ച് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു ക്വാർട്ടറിലൊക്കെ നിമ്മിൽ ചെറിയൊരു ചലഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ലോങ് ടൈമിൽ അതെല്ലാം ഓഫ്സെറ്റ് ആയി പോയിക്കൊള്ളും. സർ, അതിനോടൊപ്പം ഇപ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ RBI ഗവർണറുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുക, അത് റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു വേർഡ് ലിക്വിഡിറ്റി, അതിനോടൊപ്പം തന്നെ ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി ആണ്. ഇതിൽ ലിക്വിഡിറ്റിയെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു സ്പെഷ്യൽ ഫോക്കസ് ആയിട്ടിരിക്കുന്നത്. ഈ ഒരു ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് CRR, അതായത് ക്യാഷ് റിസർവ് റേഷ്യോ 100 ബേസിസ് പോയിൻറ്റ്സിൻ്റെ ഒറ്റയടിക്കുള്ളൊരു കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നോർമലി ഇപ്പോൾ ഇതിനു മുമ്പ് ശക്തികാന്ത ദാസ് സർ ഇരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു സ്റ്റാറ്റസ് കോ, അതായത് റിപ്പോ റേറ്റിൽ മാറ്റം വരുത്താതെ എന്നാൽ അതേസമയം ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാനായിട്ട് CRR ഒരു കുറവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു റിപ്പോ റേറ്റും CRRഉം കൂടെ അറ്റ് എ ടൈം ഒരുമിച്ചാണ് കുറച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ജനുവരി മുതൽ 9.5 ലക്ഷം കോടി രൂപയുടെ ഒരു അഡീഷണൽ ലിക്വിഡിറ്റി ആണ് സിസ്റ്റത്തിലേക്ക് എൻഷുർ ചെയ്തിരിക്കുന്നതെന്നാണ് സ്റ്റേറ്റ്മെൻറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും ഏകദേശം ഒരു 2.5 ലക്ഷം കോടിയിലധികം രൂപയുടെ ഒരു അഡീഷണൽ ലിക്വിഡിറ്റി കൂടി എൻഷുർ ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു CRRന്റെ കുറവ് പൊതുവെയുള്ള ബാങ്കുകളുടെ ഒരു പ്രവർത്തനത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക? അതിനോടൊപ്പം തന്നെ ഈ ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു നിമ്മിലുണ്ടാകുന്ന സമ്മർദ്ദത്തെയൊക്കെ മറികടക്കാൻ സഹായിക്കുമോ? അതും അനിടയുടെ ഒബ്സർവേഷൻ വളരെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ, വളരെ അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. ഇതുവരെ നമ്മൾ കണ്ടുവരാത്ത ഒരു തീരുമാനമാണ് ഇന്നത്തെ മോണിറ്ററി പോളിസി തീരുമാനത്തിൽ റിസർവ് ബാങ്ക് ഇന്ന് പ്രഖ്യാപിച്ചത്. റിപ്പോ റേറ്റ് 50 ബേസിസ് പോയിന്റ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ 100 ബേസിസ് പോയിന്റ്സ് ക്യാഷ് റിസർവ് റേഷ്യോയിലും കുറച്ചിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം. അതാണ് ഡബിൾ ഡമാക്ക എന്ന് അനിൽ തന്നെ സൂചിപ്പിച്ചത്. യഥാർത്ഥത്തിൽ അതൊരു ഡബിൾ ഡമാക്ക തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ മോണിറ്ററി പോളിസിയുടെ തീരുമാനങ്ങളിൽ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ളത് ഈ ഡബിൾ ഡമാക്കയാണ്. നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന മുൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറും ഇതുപോലെ തന്നെ റിപ്പോ നിരക്ക് താഴേക്ക് കൊണ്ടുവരാതെ 2024 ഫെബ്രുവരിക്ക് ശേഷം 2025 ഫെബ്രുവരി മാസം വരെ ഉള്ള ഒരു കാലയളവിൽ റിപ്പോ റേറ്റ് താഴേക്ക് വന്നിട്ടില്ല, നമുക്കറിയാം. അങ്ങനെ റിപ്പോ റേറ്റ് കൊണ്ടുവരാതെ തന്നെ മോണിറ്ററി പോളിസിയുടെ മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആയിട്ടുള്ള CRR വഴി
ലിക്വിഡിറ്റി കൂട്ടാനായിട്ട് പ്രത്യേകിച്ചും പുതിയ ഡെപ്പോസിറ്റുകളുടെ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസിന്റെ ആണ് CRR ബാങ്കുകൾ കീപ്പ് ചെയ്യേണ്ടത്. അപ്പൊ പുതുതായിട്ട് റേസ് ചെയ്യുന്ന NDTLന്റെ CRRൽ കുറവ് വരുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം നേരത്തെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ എടുത്തിരുന്നു. അപ്പോൾ റിപ്പോ നിരക്ക് കുറവ് വരുത്തിയിരുന്നില്ല. റിപ്പോ നിരക്ക് അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇത്തവണ നടത്തിയിരിക്കുന്നത് റിപ്പോ നിരക്ക് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന പൊതുവെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന 25 ബേസിസ് പോയിന്റ്സിനേക്കാൾ ഡബിൾ ആയിട്ടുള്ള 50 ബേസിസ് പോയിന്റ്സ് കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ 100 ബേസിസ് പോയിന്റ്സ് CRR കൂടെ കുറയ്ക്കുന്ന ഡിസിഷൻ എടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ മാർക്കറ്റിനെയും രാജ്യത്തെയും ഞെട്ടിച്ചിരിക്കുന്നത് ഈ ഒരു തീരുമാനമാണ്. ഇത് ഇതിനൊരു പർപ്പസ് ഉണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ പോളിസി സ്റ്റാൻസിൽ നേരത്തെ ഉണ്ടായിരുന്ന അക്കോമഡേറ്റീവ് സ്റ്റാൻസിൽ നിന്ന് സ്റ്റാൻസ് ന്യൂട്രലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഇന്നത്തെ പ്രഖ്യാപനങ്ങളിൽ ഉള്ളൊരു കാര്യമാണ്. അക്കോമഡേറ്റീവ് സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇക്കോണമിയുടെ ഗ്രോത്തിനെ, ഇക്കോണമി ആക്ടിവിറ്റീസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടായിരിക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുക എന്നാണ് അക്കോമഡേറ്റീവ് സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റാൻസിന്റെ അർത്ഥം. പ്രത്യേകിച്ച് കോവിഡ് സമയത്തൊക്കെ ആ രീതിയിലുള്ള ഒരു സ്റ്റാൻസ് ആയിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്തിരുന്നത്. അന്ന് അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. പിന്നീട് അക്കോമഡേറ്റീവ് സ്റ്റാൻസ് നമുക്കറിയാം, ഇടക്കാലത്ത് വെച്ച് അക്കോമഡേറ്റീവ് സ്റ്റാൻസ് വിഡ്രോ ചെയ്യുകയും ന്യൂട്രൽ സ്റ്റാൻഡിലേക്ക് പോവുകയും ചെയ്തു. ആ ന്യൂട്രൽ സ്റ്റാൻഡിൽ നിന്നുള്ള പൊസിഷൻ മാറ്റിക്കൊണ്ടാണ് കഴിഞ്ഞ മോണിറ്ററി പോളിസിയിൽ ന്യൂട്രൽ സ്റ്റാൻഡ് വീണ്ടും അക്കോമഡേറ്റീവ് സ്റ്റാൻഡിലേക്ക് വരികയും സ്റ്റാൻസിലേക്ക് വരികയും വീണ്ടും ആ പൊസിഷൻ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തത്. പക്ഷെ ഇന്ന് 50 ബേസിസ് പോയിന്റിന്റെ കുറവ് ഡിക്ലെയർ ചെയ്തതോടൊപ്പം തന്നെ ഈ പോളിസി സ്റ്റാൻസ് അക്കോമഡേറ്റിൽ നിന്ന് ന്യൂട്രലിലേക്ക് മാറ്റിയപ്പോൾ അതിനുള്ളൊരു മെസ്സേജ് ഇനി അടുത്ത പോളിസികളിൽ ഇതുപോലെയുള്ള ഒരു ജംബോ റേറ്റ് റിഡക്ഷൻ പ്രതീക്ഷിക്കേണ്ടതില്ല. റിസർവ് ബാങ്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു നിലപാട്, അതായത് പോസിറ്റീവ്ലി ബയാസ്ഡ് ആയിരിക്കില്ല ഗ്രോത്തിനോട് എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റാൻസ് അല്ല ഇനി റിസർവ് ബാങ്ക് കൈക്കൊള്ളാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂട്രൽ സ്റ്റാൻഡ് ആയിരിക്കും. അതായത് ആവശ്യമുള്ള തീരുമാനങ്ങൾ എടുക്കും. അന്നത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചും അന്നത്തെ സാമ്പത്തിക ചുറ്റുപാടനുസരിച്ചും രാജ്യത്തിനകത്തും പുറത്തുമുള്ള സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള തീരുമാനമായിരിക്കും റിസർവ് ബാങ്ക് എടുക്കുക. അല്ലാതെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള അക്കോമഡേറ്റീവ് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെ ആയിരിക്കും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നൊരു മെസ്സേജ് ആണ് ഇന്നത്തെ പോളിസി സ്റ്റാൻസ് അക്കോമഡേറ്റീവിൽ നിന്ന് ന്യൂട്രലിലേക്ക് മാറുന്നത് വഴി റിസർവ് ബാങ്ക് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ അതിനർത്ഥം കുറയ്ക്കില്ലെന്നല്ല, ആവശ്യമുണ്ടെങ്കിൽ കുറയ്ക്കും, അല്ലെങ്കിൽ കൂട്ടും ചെയ്യാം. ആ ഒരു ന്യൂട്രൽ സ്റ്റാൻഡിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം സ്റ്റാൻസ് 3 രീതിയിലാണ്. ഒന്ന് ന്യൂട്രൽ ആണ്, മറ്റൊന്ന് അക്കോമഡേറ്റീവ് ആണ്, മറ്റൊന്ന് കുറച്ച് ടഫ് സ്റ്റാൻഡിലേക്ക് വരും. അതൊരു ടഫ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ഇക്കണോമി ടൈറ്റൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്റ്റാൻസിലേക്ക് വരും. ടൈറ്റൻ സ്റ്റാൻസിൽ ഈ അടുത്തിടെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് മോണിറ്ററി പോളിസി ടൈറ്റൻ സ്റ്റാൻഡിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷേ അക്കോമഡേറ്റീവ് ന്യൂട്രൽ എന്ന് പറയുന്ന 2 രീതിയിലാണ് നമ്മളത് റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ CRR എന്തുകൊണ്ടാണ് 100 ബേസിസ് പോയിന്റ്സ് കുറയ്ക്കുന്ന ഒരു തീരുമാനം ഇന്ന് തന്നെ ഡിക്ലെയർ ചെയ്തത്? പക്ഷെ ഇന്ന് മുതൽ തന്നെ CRR കുറയുന്നില്ലെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇന്നത്തെ പ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്നത് CRR 100 ബേസിസ് പോയിന്റ്സ് കുറയ്ക്കുന്നത് 4 ട്രാൻഷയിലായിരിക്കും, 4 തവണകളിലായിരിക്കും. ഈ തവണകളിലെ ആദ്യത്തെ തവണ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്, ഇമ്മീഡിയറ്റ് ആയിട്ടല്ല. അതിനർത്ഥം ഇനി അടുത്ത ഒരു പോളിസിയിൽ ഒരു പക്ഷേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ റേറ്റ് കുറയ്ക്കേണ്ട, മോണിറ്ററി പോളിസി റിപ്പോ റേറ്റ് കുറയ്ക്കേണ്ട എന്ന് തീരുമാനം എടുത്താൽ പോലും, പ്രത്യേകിച്ച് ന്യൂട്രൽ സ്റ്റാൻസിലേക്ക് മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഫിനാൻഷ്യൽ ഇയർ ത്രൂ ഔട്ട് ആയിട്ട് സിസ്റ്റത്തിൽ ലിക്വിഡിറ്റി ഉണ്ടായിരിക്കും എന്ന് മാർക്കറ്റിന് കൊടുത്തിരിക്കുന്ന ഒരു അധിക വിശ്വാസമാണ്, അധിക കോൺഫിഡൻസ് ആണ്. അതായത് ഈ ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഈ അറ്റം മുതൽ ആ അറ്റം വരെ, ഏപ്രിൽ മാസം മുതൽ മാർച്ച് മാസം വരെ ലിക്വിഡിറ്റി എൻഷുർ ചെയ്തിരിക്കുന്നു, പണലഭ്യത എൻഷുർ ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു അഡീഷണൽ കോൺഫിഡൻസും ഡിക്ലറേഷനുമാണ് ഈ 100 ബേസിസ് പോയിന്റ് CRR കുറച്ചു എന്ന ഡിക്ലറേഷൻ ഇന്ന് തന്നെ കൊടുക്കാൻ കാര്യം. സ്റ്റാൻസ് ന്യൂട്രലിലേക്ക് മാറിയത് വഴി ഇനി നമ്മുടെ ഗ്രോത്തിന് സപ്പോർട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഗ്രോത്ത് നടക്കില്ല എന്നുള്ള തോന്നൽ വേണ്ട. ഗ്രോത്ത് എല്ലാം ഉണ്ടാവും, വളരെ ബുള്ളിഷ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊള്ളൂ. രണ്ടാമത്തെ ഹാഫ് ഇയറിലേക്ക് വരുമ്പോൾ, അതാണ് സെപ്റ്റംബർ എന്ന് പറയുന്നതിന് പ്രധാനം. ഇതിപ്പോ ഫസ്റ്റ് ഹാഫ് ഇയറിലേക്ക് അപ്രന്റ് ആയിട്ട് 50 ബേസിസ് പോയിന്റ്സ് കൊടുത്തിരിക്കുകയാണ്. സെക്കൻഡ് ഹാഫ് ഇയറിലേക്ക് റേറ്റ് കുറയ്ക്കാൻ പറ്റിയ സാഹചര്യം ഇല്ലെങ്കിൽ പോലും CRR 100 ബേസിസ് പോയിന്റ്സ് കുറച്ചുകൊണ്ട് 2.5 ലക്ഷം കോടി രൂപ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് അധികമായിട്ട് വരുത്തുന്ന ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതനുസരിച്ച് ഈ ലിക്വിഡിറ്റിയിൽ 2.5 ലക്ഷം കോടി രൂപ ബാങ്കുകളുടെ കയ്യിൽ കൂടുതൽ വരികയും അതും കൂടുതലായിട്ട് വായ്പ നൽകാനും ഉള്ള രീതിയിലുള്ള ഒരു കംഫർട്ട് ബാങ്കുകൾക്ക് ഉണ്ടാവും എന്നാണ് ഇന്നത്തെ രണ്ടാമത്തെ CRR ഡിക്ലറേഷൻ വഴി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ നിന്നും ഇന്ന് വന്നിരിക്കുന്ന അധിക അഷുറൻസ്, അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ്. അപ്പൊ അതുകൊണ്ട് ത്രൂ ഔട്ട് ദ ഫിനാൻഷ്യൽ ഇയർ റിസർവ് ബാങ്കിന്റെ ഡയറക്ഷണലി ഗ്രോത്ത് സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്റ്റാൻസ് ഉണ്ടായിരിക്കും, ഈവൻ ദോ ദ മോണിറ്ററി പോളിസി സ്റ്റാൻസ് യെസ് സിറ്റ് ഓവർ ടു ന്യൂട്രൽ.
ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള മെസ്സേജ്. യെസ്, മാർക്കറ്റിന് തീർച്ചയായിട്ടും ഒരു ഇൻഡയറക്റ്റ്ലി ഒരു ബുള്ളി സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ആർ ബി ഐയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. സർ, അതിനോടൊപ്പം തന്നെ ഈ ഒരു മോണിറ്ററി പോളിസി യോഗത്തിൽ ഏറ്റവും അധികം സാധാരണക്കാരും അതിനോടൊപ്പം തന്നെ ബാങ്കിങ്ങും NBFCകളും ഒക്കെ ശ്രദ്ധിച്ചിരുന്നത് ഗോൾഡ് ലോൺ അഥവാ സ്വർണ്ണ വായ്പയുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പോളിസി ചേഞ്ചസ് ആണ്. കഴിഞ്ഞ ഒരു മാസം അല്ലെങ്കിൽ 2-3 മാസം മുൻപ് വന്നിരുന്ന ഒരു റിസർച്ച് പേപ്പർ അനുസരിച്ചിട്ട് ഗോൾഡ് ലോൺ, അതായത് നൽകുന്ന സ്വർണ്ണ വായ്പകൾക്ക് മേൽ കാതലായുള്ള മാറ്റങ്ങൾ വരുത്തണമെന്നും അതിനോടൊപ്പം അതിൻ്റെ തിരിച്ചടവിൻ്റെ ആ ഒരു പ്രോസസ്സിലടക്കം കൃത്യമായിട്ട് ഒരു EMI ഒരു സ്റ്റാൻസിലേക്ക് മാറ്റണമെന്നടക്കമുള്ള ഒരു നോഷൻസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. എന്നാൽ ഫോർ ദ ടൈം ബീയിങ് ഈ 2 ലക്ഷം വരെയുള്ള സ്വർണ്ണ വായ്പകൾക്ക് മേൽ അത്തരത്തിലുള്ള നടപടികളൊന്നും സ്വീകരിക്കരുതെന്ന് സർക്കാർ RBIയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2026 ജനുവരിക്ക് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഈ ഒരു നടപടികൾ അഥവാ എന്തെങ്കിലും ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് വരികയാണെങ്കിൽ ഈ ഒരു നടപടി യാഥാർത്ഥ്യവൽക്കരിക്കുകയുള്ളൂ എന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു സ്വർണ്ണ വായ്പയുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തരത്തിൽ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുമ്പോൾ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? ശരിയാണ്, കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ, പ്രത്യേകിച്ചും ശക്തികാന്ത സാർ RBI ഗവർണറായി ചാർജ് എടുത്തതിന് ശേഷം പ്രത്യേകിച്ചും എല്ലാ മോണിറ്ററി പോളിസിയോടും ചേർന്നുകൊണ്ടുള്ള ഒരു പോളിസി മെഷേഴ്സ്, ഇംപ്രൂവ്മെന്റ് പോളിസി മെഷേഴ്സും കൂടെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പോളിസി മെഷേഴ്സിലുള്ള മാറ്റങ്ങൾ, എൻറിച്ച്മെന്റുകൾ ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ അങ്ങനെയുള്ള ഒരു പോളിസി മെഷേഴ്സ് ഒന്നും അഡീഷണൽ ആയിട്ട് ഈ മോണിറ്ററി പോളിസിയുടെ ഭാഗത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ലാതെ കൂടുതലായിട്ടുള്ള ഫിനാൻഷ്യൽ സെക്ടറിലേക്കുള്ള അഡീഷണൽ ആയിട്ടുള്ള ഒരു എൻറിച്ച്മെന്റോ അല്ലെങ്കിൽ മോഡിഫിക്കേഷനോ ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു പോളിസി മെഷേഴ്സ് സംബന്ധിക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇന്നുണ്ടായില്ല. പക്ഷേ പൊതുവെ സാമ്പത്തിക മേഖലയിൽ നിന്നുള്ള ആളുകളും സാധാരണക്കാരും ആഗ്രഹിച്ചിരുന്നത് ഈ സ്വർണ്ണപ്പണയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിലയിൽ വന്നിരിക്കുന്ന ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻ, റിസർവ് ബാങ്കിന്റെ ഭാഗത്ത് വന്നിരിക്കുന്ന ഡ്രാഫ്റ്റ് ഗൈഡ് ലൈനെ കുറിച്ചിട്ട് ഒരുപാട് കൺസേൺസും ആശങ്കകളെല്ലാം തന്നെ സാമ്പത്തിക സ്ഥാപനങ്ങളും സാധാരണക്കാരെല്ലാം തന്നെ ഇതിനകം നേരിട്ടും അതുപോലെ മീഡിയ വഴിയും അല്ലെങ്കിൽ മീഡിയ പേഴ്സൺസും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാം തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഈ സ്വർണ്ണപ്പണയ വായ്പയിൽ ഉള്ള ചില ആശങ്കകൾ തീർക്കുന്ന രീതിയിലേക്കുള്ള എന്തെങ്കിലും ഒരു പോളിസി മെഷേഴ്സ് തീരുമാനങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നും സ്വർണ്ണപ്പണയം വിൽക്കുന്ന ആളുടെ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പോളിസി ഡിസിഷൻ ഒന്നും ഇന്നും ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ ഗോൾഡ് ലോൺ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം അല്ലെങ്കിൽ ബാങ്കുകൾ നൽകുന്ന ആ ഒരു സേവനം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ എന്തുകൊണ്ടാണ് ബാങ്കുകളും അതുപോലെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നോൺ ബാങ്ക് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളെല്ലാം ഈ ഗോൾഡ് ലോണിക്ക് ഇത്ര ഊന്നൽ കൊടുക്കുന്നു അല്ലെങ്കിൽ ഇക്കോണമിക്ക് ഇത്രമാത്രം അതിനൊരു ട്രസ്റ്റ് ഇമ്പോർട്ടൻസും കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഗോൾഡ് ലോൺ നേരത്തെ തന്നെ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു സാധാരണ രീതിയിലുള്ള മണി ലെൻഡേഴ്സ് എന്ന് പറയുന്ന ഒറ്റയ്ക്കുള്ള വ്യക്തികളുടെയും അല്ലെങ്കിൽ 1-2 ആളുകളൊക്കെ ചേർന്നുള്ള ആളുകൾ കൊള്ള പലിശയ്ക്ക് ആളുകളെടുക്കുന്ന സ്വർണം വാങ്ങിച്ചു വെച്ച് പലിശയ്ക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ ഒരു മാസമോ 2 മാസമോ ഒരു ദിവസമോ ഒക്കെ വൈകിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്വർണം വിറ്റ് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റം വന്നുകൊണ്ടാണ് ഈ പ്രത്യേകിച്ചും ഫോർമൽ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് ബാങ്കുകളും അല്ലെങ്കിൽ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും NBFCs എല്ലാം ഈ ഒരു ബിസിനസ്സിലേക്ക് കൂടുതലായിട്ട് വരികയും ആളുകൾക്ക് അതനുസരിച്ചുള്ള ഒരു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതൊരു സാധാരണക്കാരുടെ വായ്പയാണ്, സാധാരണക്കാർക്ക് ഒരു അത്യാവശ്യം വരുമ്പോൾ എടുക്കേണ്ട വായ്പയാണ്. അതുകൊണ്ട് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു സ്ഥാപനത്തിലേക്ക് ഒരു വായ്പയുമായിട്ടും ഒരു ആവശ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ വായ്പ എനിക്ക് കിട്ടാൻ സാധിക്കണം, എളുപ്പത്തിൽ കിട്ടാൻ സാധിക്കണം. വലിയ നൂലാമാലകളും പ്രോസസ്സൊന്നും ഉണ്ടാകാൻ പാടില്ല. ഒരുപാട് കടലാസുകളൊന്നും കൊണ്ടുവരാൻ പറയരുത്. നമ്മളിപ്പോൾ ബിസിനസ് വായ്പകളോ അല്ലെങ്കിൽ ഭവന വായ്പകളോ എടുക്കുന്ന പോലെയുള്ള ഒരുപാട് നൂലാമാലകളൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ രീതിയിലാണ് സാധാരണ രീതിയിൽ ഈ ഗോൾഡ് ലോണിനെ കുറിച്ചിട്ട് സാധാരണക്കാരായ ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അത് മാത്രമല്ല സ്വർണം കയ്യിലുള്ള ഒരു അസറ്റ് സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് അതിന്റെ ഒരു നിശ്ചിത % എമൗണ്ട് മാത്രമേ ആളുകൾ സാധാരണ രീതിയിൽ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ സ്വർണ്ണപ്പണയത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ ഒരു ലിബറലൈസ്ഡ് ആയിട്ടുള്ള കുറേയും കൂടെ ഒരു സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു നയങ്ങളാണ് വേണ്ടതെന്നാണ് പൊതുജനങ്ങളും സാമ്പത്തിക സ്ഥാപനങ്ങളും എല്ലാം ആഗ്രഹിക്കുന്നത്. അപ്പോൾ റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കൺസേൺ ഈ സ്വർണ്ണപ്പണയ രംഗത്ത് ചില ഡെഫിഷ്യൻസികൾ കാണുന്നുണ്ട്, ചില റിസ്കുകൾ കാണുന്നുണ്ട്, ചില ഡിസിപ്ലിൻ ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നുണ്ട്, സ്ട്രക്ചറൽ അല്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയെല്ലാം കുറച്ച് ഡിസിപ്ലിനും സ്ട്രക്ചറും റിസ്ക് കൺട്രോളും അതുപോലെ തന്നെ ഗവേണൻസ് എല്ലാം ബെറ്റർ ആയിട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു ഒബ്ജക്റ്റീവിന്റെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു പുതിയ ഒരു ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നിരിക്കുന്നത്.
അതിനെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണുകയും ആ സ്പിരിറ്റിൽ തന്നെ ഉൾക്കൊള്ളുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. കാരണം അതൊരു മൊത്തം സാമ്പത്തിക മേഖലയെ ക്ലീൻ ചെയ്യുന്ന, ബെറ്റർ ആക്കുന്ന ഒരു ചില തീരുമാനങ്ങളാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴും അവിടെ ഒരു ബാലൻസിങ് വേണം എന്നുള്ള രീതിയിൽ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു കൺസേൺ അല്ലെങ്കിൽ റിക്വസ്റ്റ്, ഒരു അപ്പീലാണ് സാധാരണക്കാരുടെ ഭാഗത്തു നിന്നും ബാങ്കുകളുടെ ഭാഗത്തു നിന്നും. പ്രത്യേകിച്ചും LTVയുടെ കാര്യത്തിൽ ലോൺ ടു വാല്യൂ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഇപ്പോൾ പുതിയ ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻ അനുസരിച്ച് 75% വരെ ആകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 75% എന്ന് പറയുന്നത് റീസണബിൾ ആണ്. 100 രൂപയുടെ ഗോൾഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ 75 രൂപ വരെ വായ്പ കൊടുക്കാം എന്ന് പറയുന്നതിൽ ശരിയാണ്. അത് റീസണബിൾ ആയിട്ട് നമുക്ക് എക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. നേരത്തെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് 80%, 85% ഒക്കെ ബാങ്കുകൾ കൊടുത്തിരുന്നു. 2014-15 വർഷങ്ങളിലൊക്കെ അങ്ങനെ കൊടുത്തതിന് ശേഷം കൊടുത്തത് കൊണ്ട് ഗോൾഡ് പ്രൈസ് 2014 താഴേക്ക് പോയ സമയത്ത് ഗോൾഡ് ലോൺ ബിസിനസ്സിലും ആളുകൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കെല്ലാം ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചില LTV കൺട്രോൾസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് 75% LTVയിൽ നിർത്തണം. ആ തീരുമാനത്തിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അത് കൂടാതെ അഡീഷണൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കുറച്ച് ചലഞ്ചുണ്ട്. അതായത് 75 രൂപയാണ് ഇന്ന് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഗോൾഡിന്റെ വെച്ചിരിക്കുന്ന മുതലും പലിശയും അടക്കം ഈ സ്വർണം തിരിച്ചെടുക്കുന്നത് വരെ 75 രൂപയേക്കാൾ കൂടുതൽ ബാങ്കിൽ കൂടുതലായിട്ട് അടയ്ക്കാൻ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതിനർത്ഥം നമ്മൾ പറയുന്നത് ഈ 75 രൂപ കൊടുക്കുമ്പോൾ അതിൽ വരുന്ന പലിശ ഓരോ മാസവും അടഞ്ഞടഞ്ഞ് തന്നെ പോകണം. അല്ലെ, സ്വർണത്തിന്റെ വില താഴേക്ക് പോവുകയാണെങ്കിൽ ഈ മുതലിലേക്കും പലിശ അടയ്ക്കണം. എന്നാൽ ഇപ്പോൾ സ്വർണത്തിന്റെ വില 100 രൂപയാണെങ്കിൽ 90 രൂപയായിട്ട് താഴുകയാണെങ്കിൽ അപ്പോൾ 75% ആണ് കൊടുക്കുന്നത്, 75 രൂപയല്ല. അപ്പോൾ 70 രൂപയായിരിക്കും കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ 5 രൂപ മുതലിലേക്ക് അടയ്ക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണ്ണ വിലയ്ക്ക് ഡെയിലി കാണുന്ന സ്വർണ്ണ വിലയ്ക്ക് ആനുപാതികമായിട്ട് 75% തന്നെ ബാങ്കിൽ അടയ്ക്കാനുള്ള തുക പലിശയും മുതലും അടക്കം മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഇതിൽ വന്നിരിക്കുന്ന ഒരു റിക്വയർമെന്റ്. അത് ഈ ബിസിനസിന്റെ ക്ലെൻലിനെസിന് വേണ്ടി, അതിന്റെ റിസ്ക് കൺട്രോളിന് വേണ്ടി അത് വളരെ നമുക്ക് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ഇടപാടുകാരെല്ലാം തന്നെ ബുള്ളറ്റ് ലോണുകൾ എന്നുള്ള ഇതിലാണ് എടുക്കുന്നത്. അതായത് പലിശയും മുതലും ഞാൻ അവസാനം തിരിച്ചടയ്ക്കും, 1 വർഷം കഴിഞ്ഞാൽ അവസാനം തിരിച്ചടയ്ക്കും എന്നാണ്. അങ്ങനെയാണ് സാധാരണക്കാർ ഗോൾഡ് ലോൺ എടുക്കുന്നത്. അപ്പൊ അവിടെ എല്ലാ മാസവും പലിശ അടയ്ക്കണം, അല്ലെങ്കിൽ റേറ്റ് താഴേക്ക് പോകുമ്പോൾ ഉടനെ തന്നെ മുതലിലേക്ക് കാശ് കൊണ്ട് അടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വായ്പ എടുക്കുന്ന സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഒരു വിഷയം. മറ്റൊരു വിഷയം, ഈ 75% എന്ന് പറയുന്ന വായ്പാ തുകയ്ക്ക് നൽകുന്ന തുക തന്നെ 20,000 രൂപയ്ക്ക് മേലെയാണെങ്കിൽ അത് ബാങ്കിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം, ബാങ്ക് അക്കൗണ്ട് വഴി തന്നെ മാറ്റിയെടുക്കണമെന്നാണ്. ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ക്ലെൻലിനെസ്സിന് വേണ്ടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിപ്ലിനോട് കൂടി ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. കാരണം ബാങ്കുകളിൽ വന്ന് സ്വർണ്ണപ്പണയം വെക്കുന്ന ആളുകൾക്ക് എല്ലാം തന്നെ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യിക്കും. അങ്ങനെയുള്ള ആളുകളുടെ ഒരു ഇടപാട് തുടങ്ങിയിട്ടായിരിക്കും മിക്കവാറും ഗോൾഡ് ലോൺ കൊടുക്കുന്നത്. അപ്പം ബാങ്കിൽ വരുന്ന ഇടപാടുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമാണ്. ഇപ്പോൾ തന്നെ മിക്കവാറും അങ്ങനെ തന്നെയാണ് നടന്നു പോകുന്നത്. പക്ഷേ ഈ ബാങ്ക് ഇതര സ്ഥാപനങ്ങൾ, NBFC മൂലമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. അപ്പൊ അവർക്ക് 20,000 രൂപയ്ക്ക് മേലെയുള്ള ഗോൾഡ് ലോൺ ആണെങ്കിൽ ഇപ്പോൾ ക്യാഷ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം മാറി ഇനി മുതൽ ആ തുക ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുത്ത് അതിനുശേഷം വേണം കസ്റ്റമർക്ക് ഇടപാടുകാരൻ എടുക്കാൻ. പക്ഷെ ഈ മാറ്റി കൊടുക്കുന്ന പ്രോസസ് കൈയോടെ ചെയ്തില്ലെങ്കിൽ ഈ പണം ആളുകളുടെ കയ്യിലേക്ക് വരാൻ താമസം ഉണ്ടാവും. ഉദാഹരണത്തിന് രാവിലെ 10 മണിക്ക് ഗോൾഡ് ലോൺ എടുക്കുന്ന ഒരാൾക്ക് കൈയോടെ തന്നെ NBFC, NEFTയോ RTGS മറ്റോ ചെയ്ത് IFSO മറ്റോ ചെയ്ത് ഈ തുക ആളുടെ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് എത്തിച്ചില്ലെങ്കിൽ അതിന് മിക്കവാറും എത്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓരോ ലോണിലും മാറ്റി കൊടുക്കില്ല. ഒരു പക്ഷേ ഒരു 1 ഇയർ 1 അവർ 2 അവർ കഴിയുമ്പോൾ ഒരുമിച്ചായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ NBFCs ചെയ്യുന്നത്. അപ്പോൾ ആളുകളുടെ കയ്യിലേക്ക് ഈ തുക വന്നു ചേരാനുള്ള ഒരു താമസം ഉണ്ടാവും. അതാണ് മറ്റൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എൻഡ് യൂസ് എൻഷുർ ചെയ്യണം എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻ പറയുന്നുണ്ട്. എൻഡ് യൂസ് എന്ന് വെച്ചാൽ നമ്മൾ എന്താവശ്യത്തിനാണോ ഈ ഗോൾഡിന്റെ വായ്പ എടുക്കുന്നത് ആ ആവശ്യത്തിന് തന്നെയാണ് ഈ ഇടപാടുകാരൻ അത് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഈ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്. ബാങ്കുകളിൽ പൊതുവേ ഉള്ള നിയമം തന്നെയാണത്. ബാങ്ക് ഒരു വായ്പ കൊടുക്കുന്ന സമയത്ത് ആ വായ്പ എന്താവശ്യത്തിനാണോ ഇടപാടുകാരൻ എടുക്കുന്നത് ആ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കണം എന്നുള്ളത് റിസർവ് ബാങ്ക് നേരത്തെ മുതൽ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഗോൾഡ് ലോൺ പോലായിട്ടുള്ള 10,000 രൂപയും 20,000 രൂപയും 30,000 രൂപയുടെ കാര്യത്തിലൊന്നും ഇതുപോലെ എന്ത് യൂസ് എൻഷർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനും അതിന്റെ പുറകെ പോയി അന്വേഷിക്കാനും അതുമായിട്ടൊരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കൊണ്ടുവരാനൊക്കെ സാധാരണ രീതിയിൽ ബാങ്കുകൾ ചെയ്യാറില്ല. അത് ആ ലോണിന്റെ ഒരു സ്വഭാവം അനുസരിച്ചാണ്. ഇടപാടുകാരെടുത്ത് ആ രീതിയിൽ ഒരു റിക്വയർമെന്റ് നമ്മൾ അങ്ങനെ കമ്പൽഷനായിട്ട് പറഞ്ഞു കൊടുക്കാറില്ല. അതേസമയം RBIയുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും എടുക്കുന്ന ഏത് ആവശ്യത്തിനാണോ വായ്പ എടുക്കുന്നത്, സ്വർണ്ണപ്പണയം ആണെങ്കിൽ പോലും അതിന് തന്നെ ഉപയോഗിക്കണമെന്ന് പറയുന്നതിൽ ശരിയാണ്. ഡിസിപ്ലിൻ കൊണ്ടുവരാൻ നല്ലതാണ്. പക്ഷെ അതൊരു പ്രായോഗിക തലത്തിൽ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. വലിയ ലോണുകളാണെങ്കിൽ തീർച്ചയാണ്
അപ്പോൾ ഇതുപോലെ RBI തന്നെ ഒരു 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 എക്സംഷൻ പറഞ്ഞിരിക്കുന്നത് ഉപഭോഗ ആവശ്യങ്ങൾക്കുള്ള കൺസംഷന് വേണ്ടി ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്ന ലോൺ ആണെങ്കിൽ ഈ എൻഡ് യൂസിന്റെ കാര്യത്തിൽ ഓരോരോ സ്ഥാപനങ്ങൾക്കും അവരുടെ ഡയറക്ടർ ബോർഡിന്റെ നയങ്ങൾ രൂപീകരിച്ചുകൊണ്ട് എത്ര തുക വരെ വേണമെങ്കിൽ ഇൻഡ്യൂസ് വേണം അല്ലെങ്കിൽ വേണ്ട എന്നൊക്കെ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അവിടെയെല്ലാം കുറച്ചുകൂടി ഒരു ചലഞ്ചസ് ഈ കാര്യത്തിൽ ഇടപാടുകാർക്ക് ഉണ്ടാവാനും സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവാനും ഒരു സാധ്യതയുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഈ ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന മാറ്റം വരാത്തതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം കൂടെ അതിൽ ഡിസ്കഷനിൽ ഉള്ളത്, ഈ സ്വർണം കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് അനുസരിച്ചുള്ള പ്ലഡ്ജ് എന്ന് പറയുന്ന രീതിയിലാണ് ഈ സ്വർണ്ണപ്പണയം ബാങ്കുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും വെക്കുന്നത്. കോൺട്രാക്ട് ആക്ടിൽ പ്ലഡ്ജ് എന്ന് പറയുന്നത് 172 സെക്ഷൻ അനുസരിച്ചാണ്. ഈ പ്ലഡ്ജിന്റെ സ്വഭാവം ഉടമസ്ഥന് മാത്രമേ പ്ലഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരാൾക്ക് കൊണ്ടുവന്ന് പ്ലഡ്ജ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ഓതറൈസേഷൻ ലെറ്റർ വേണം, പിന്നെ മെർക്കാനിൽ ഏജന്റ് എന്നൊക്കെ പറയുന്ന ചില എക്സംഷൻസ് ഉണ്ട്. പക്ഷെ ജനറലി ആരുടെയാണ് സ്വർണം അദ്ദേഹമാണ് സ്വർണം പണയം വെക്കാൻ സാധിക്കുള്ളൂ. അപ്പം എന്റെ സ്വർണം തന്നെയാണ് എന്ന് ഞാൻ ഈ സ്വർണം കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് ഈ സ്ഥാപനത്തിനോട് പ്രൂവ് ചെയ്യണം. അത് ഡോക്യുമെന്റ് വെച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ സ്വർണം എന്റെ തന്നെയാണെന്ന് ഞാൻ എങ്ങനെയാണ് ഡോക്യുമെന്റ് വെച്ചുകൊണ്ട് പ്രൂവ് ചെയ്യുന്നത്? അതിന് ഈ ഡ്രാഫ്റ്റ് ഗൈഡ് ലൈൻ പറഞ്ഞിരിക്കുന്നത് സ്വർണം വാങ്ങിച്ച ബില്ലോ റെസിപ്റ്റും കൂടെ കൊണ്ടുവന്ന് ബാങ്കിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ കാണിക്കണമെന്നാണ്. അതൊരു പക്ഷെ വലിയ ചലഞ്ചാവും. കാരണം നമ്മുടെ പ്രത്യേകിച്ച് അറിയാം, നമ്മുടെ ഹൗസ് ഹോൾഡിലൊക്കെ ഉള്ള സ്വർണം ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ കയ്യിലുള്ളതാവാം, ബന്ധുക്കൾ ആരെങ്കിലും നൽകിയതാവാം, ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാവാം. അങ്ങനെ പല അവസരങ്ങളിൽ പലപ്പോഴായിട്ടും കിട്ടിയിരിക്കുന്ന ചെറിയ ചെറിയ സ്വർണ്ണാഭരണങ്ങളും മറ്റൊക്കെ ആയിരിക്കും ഈ പണയം വയ്ക്കാനായിട്ട് കൊണ്ടുവരുന്നത്. ആ സാഹചര്യത്തിൽ നമ്മൾ ഇതിന്റെ എല്ലാം ബില്ലും കൂടെ കൊണ്ടുവരണം പണയം വെക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വലിയൊരു വെല്ലുവിളി ഉണ്ടാക്കുന്ന ഒരു ഒരു സജഷനാണ്. അവിടെയും അങ്ങനെ ബില്ല് കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ കൊണ്ടുവരുന്ന ആളുടെ അടുത്ത് നിന്ന് എവിടെ നിന്ന് കിട്ടി, ആര് തന്നു, എങ്ങനെ തന്നു എന്നൊക്കെ ഉള്ള ഒരു ഡിക്ലറേഷൻ എഴുതി വാങ്ങിച്ച് ബാങ്കുകൾക്കോ സ്ഥാപനങ്ങൾക്കോ ബോധ്യപ്പെട്ടാൽ മതി എന്ന് ഒരു എക്സെപ്ഷൻ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും, അത് മാത്രമല്ല ചെറിയ ലോണുകളുടെ കാര്യത്തിലാണെങ്കിൽ. പക്ഷെ അവിടെയും എല്ലാം ഇതിൻ്റെതായിട്ടുള്ള ചലഞ്ച് ഉണ്ട്. ഒരു പക്ഷെ ആളുകൾ ഓർക്ക് പോലും ചെയ്യില്ല ആര് എപ്പോൾ എന്ന് തന്നെന്നൊക്കെ. അതുപോലെയൊക്കെ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ പാരൻസ് ഒക്കെ നമുക്ക് കൈമാറി വന്നിരിക്കുന്നത് ഗോൾഡ് ആവാം, മറ്റേതെങ്കിലും അവസരത്തിൽ കിട്ടിയതൊക്കെയാണ്. അപ്പം ഈ ഗോൾഡിന്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന കടലാസുകളും കൂടെ കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു ഡ്രാഫ്റ്റ് ഗൈഡ് ലൈനും കൂടെ നമുക്കറിയാം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് കംപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ഗൈഡ് ലൈനാണ്. അപ്പൊ അവിടെയും കുറച്ചെങ്കിലൊക്കെ മാറ്റങ്ങൾ വരണം എന്നൊക്കെ തന്നെയാണ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഇടപാടുകാരും ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ മോണിറ്ററി പോളിസിയിൽ അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പൊതുവെ സ്ഥാപനങ്ങളും ധനകാര്യ സ്ഥാപനങ്ങളും പൊതുജനങ്ങളും എല്ലാം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. എന്നാലും ഈ കൺസേൺസ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ആവശ്യമായിട്ടുള്ള ഒരു മോഡിഫിക്കേഷനോട് കൂടെ തന്നെ ആയിരിക്കും ഇതിന്റെ ഒരു ഫൈനൽ ഗൈഡ് ലൈൻസ് വരിക എന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ നല്ല ഫൈനാൻഷ്യൽ ശീലങ്ങൾ സാധാരണക്കാർ കൂടി യൂസ്ഡ് ആക്കാനുള്ള നടപടിയിലേക്ക് RBI നീങ്ങുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സാർ, ഏതായാലും അതിനോടൊപ്പം തന്നെ ഒരു ഫൈനലായിട്ട് സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു മോണിറ്ററി പോളിസിക്ക് മുമ്പ്, അതായത് 2024 ഒരു പകുതി മുതൽ RBI വല്ലാതെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആയിരുന്നു ഈട് നൽകാതെ നൽകുന്ന ഈ ഒരു അൺസെക്യൂർഡ് ലോൺസിനെ സംബന്ധിച്ചിട്ടുള്ള ചില കൺസേൺസ് ഉയർത്തിയിട്ടുണ്ട്. അതിനെ തുടർന്ന് പല കമ്പനികളുടെ ബിസിനസ് മോഡൽസിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളും ഒക്കെ വരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പല കമ്പനികളുടെ സ്റ്റോക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ പല കമ്പനികളുടെ ഓഹരികൾ ഒരു കുത്തലുള്ളൊരു ഇടിവടക്കം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം എടുത്തു സൂചിപ്പിച്ചിരിക്കുന്നത്, അതായത് RBI കൈക്കൊണ്ട നടപടികൾ ഒരു പരിധിവരെ ഇപ്പോൾ ഒരു സക്സസ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു അൺസെക്യൂർഡ് ലോൺസിന് മേലെയുള്ള അത്തരത്തിലുള്ള ഒരു പ്രഷർ കുറഞ്ഞിരിക്കുന്നു, അതിനോടൊപ്പം തന്നെ ക്രെഡിറ്റ് കാർഡ് പോർട്ട്ഫോളിയോ ഒക്കെ ബെറ്റർ ആയിരിക്കുന്നു എന്നടക്കമുള്ള അപ്ഡേഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അതേസമയം മൈക്രോ ഫിനാൻസ് രംഗത്തുള്ള ചില കൺസേൺസും അദ്ദേഹം ഉയർത്തിയിട്ടുമുണ്ട്. താങ്കളുടെ ഒരു വ്യൂ എന്താണ്? രണ്ട് കാര്യങ്ങളാണ് പാനലിൽ സംസാരിച്ചത്. ഒന്ന്, അൺസെക്യൂർഡ് പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ് അടക്കമുള്ള അൺസെക്യൂർഡ് പേഴ്സണൽ ലോണിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകളടുത്തും ധനകാര്യ സ്ഥാപനങ്ങളടുത്തും ഷെയർ ചെയ്യുന്ന കൺസേൺസ് ആണ്. ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു കഴിഞ്ഞ 4 വർഷത്തോളമായിട്ട് തന്നെ പല മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ടും അല്ലാതെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അടുത്ത്, ബാങ്കുകളുടെ അടുത്തും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളുടെ അടുത്തും ധനകാര്യ സ്ഥാപനങ്ങളുടെ അടുത്തും ഈ ഒരു കൺസേൺ ഷെയർ ചെയ്തിരുന്നു. ഒരു നമുക്കറിയാം, ഈ അൺസെക്യൂർഡ് പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് അത് ആൾക്ക് സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ തന്നെ എടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ബാങ്കുകൾ കൊടുക്കുന്ന, ധനകാര്യ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന ഒരു തരം ലോണാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എടുക്കാനായിട്ടുള്ള ചില എലിജിബിലിറ്റി എല്ലാം നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. സിബിൽ സ്കോർ, അതുപോലെ മറ്റു രീതിയിലുള്ള റീപേയ്മെന്റ് കപ്പാസിറ്റി, അത്തരം കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ പോലും അൺസെക്യൂർഡ് ലോണുകളിലേക്ക് കൂടുതലായിട്ടൊരു ഊന്നൽ കൊടുക്കുന്ന ഒരു സാഹചര്യം ഇടക്കാലത്ത് വെച്ച് ബാങ്കുകളുടെ ഇടയിലും അതുപോലെ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇടയിലും കൂടുതലായിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി.
അതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, അൺസെക്യൂർഡ് പേഴ്സണൽ ലോണുകൾക്ക് കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഹോം ലോണൊക്കെ 8% 9% കൊടുക്കുമ്പോൾ അൺസെക്യൂർഡ് പേഴ്സണൽ ലോണുകൾ 12% അല്ലെങ്കിൽ അതിൽ കൂടിയ റേറ്റിനൊക്കെ ആയിരിക്കും ബാങ്കുകൾ തന്നെ നിൽക്കുന്നത്. പക്ഷേ ബാങ്കുകളല്ലാത്ത മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ പേഴ്സണൽ ലോണുകൾ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബാങ്കുകൾ മറ്റു ഫിൻടെക്കുകളായിട്ടുള്ള അറേഞ്ച്മെന്റ് അനുസരിച്ചും അല്ലെങ്കിൽ മറ്റു തേർഡ് പാർട്ടി അറേഞ്ച്മെന്റുകൾ അനുസരിച്ചൊക്കെയുള്ള ഒരു ഒരു ആ രീതിയിലേക്കുള്ള ഒരു കോ ലെൻഡിങ് അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് അൺസെക്യൂർഡ് പേഴ്സണൽ ലോൺ കൊടുക്കുമ്പോൾ അതിന് എടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടിയ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പൊ ഇഫക്റ്റീവ്ലി ഈൽഡ് ഓൺ അഡ്വാൻസ് അല്ലെങ്കിൽ ഈ അഡ്വാൻസിൽ നിന്ന് ബാങ്കുകൾക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന വരുമാനം സാധാരണ മറ്റു ലോണുകൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതലാണ്. അതിന് പ്രൈസിങ്ങിന്റെ ഒരു മെട്രിക്സും കൂടി ഉണ്ട്. കാരണം ഇവിടെ റിസ്ക് കൂടുതലാണ്. ഇത് സെക്യൂരിറ്റി ഇല്ലാത്ത ലോൺ ആയതുകൊണ്ട് ഇവിടെ റിസ്ക് കൂടുതലാണ്. ഇപ്പൊ റിസ്ക് കൂടുതലാകുമ്പോൾ പ്രൈസും കൂടുതലായിരിക്കും. അതാണ് ഇതിന്റെ ഒരു മെട്രിക്സ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ അൺസെക്യൂർഡ് പേഴ്സണൽ ലോണുകളുടെ റിസ്ക് ബാലൻസ് ഷീറ്റിൽ വർദ്ധിക്കുന്നത് പിന്നീട് നമ്മളിപ്പം ഈ ലെൻഡ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അൺസെക്യൂർഡ് ലോണുകൾ കൂടുതലായിട്ട് എക്സ്പോഷർ എടുക്കുമ്പോൾ ലെൻഡ് ചെയ്യുമ്പോൾ ഈ സ്ഥാപനങ്ങൾ ആഗ്രഹിക്കുന്നത് അത് കറക്റ്റ് ശരിയായിട്ട് തന്നെ തിരിച്ചു വരുമെന്നും തവണകൾ തിരിച്ചു വരുമെന്നും കൂടുതൽ പലിശ കിട്ടുമെന്നുമാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത് പ്രത്യേകിച്ചും ഈ ഇക്കോണമിയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചൊക്കെ ആളുകളുടെ കയ്യിൽ ക്യാഷ് വരാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇക്കോണമി മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഈ ലോൺ തന്നെ തിരിച്ചു വരില്ല. പലിശയുടെ കാര്യം പിന്നെ പറയാനില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു സാമ്പത്തിക സ്ട്രക്ചറിൽ ബാങ്കുകളുടെ സാമ്പത്തിക ഭദ്രതയിൽ അല്ലെങ്കിൽ ഇക്കോണമിയുടെ ഭദ്രതയിലൊക്കെ തന്നെ വലിയ ഒരു വെല്ലുവിളി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെ വളരെ കാഷ്വൽ ആയിട്ട് അൺസെക്യൂർഡ് ലോണുകൾ കൊടുക്കുക എന്ന് പറയുന്ന ഒരു രീതി വന്നാൽ. അതുകൊണ്ടാണ് കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം തന്നെ ബാങ്കുകൾക്കും മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ അൺസെക്യൂർഡ് ലോണുകളിൽ ആവശ്യമായിട്ടുള്ള ചെക്സ് ആൻഡ് കൺട്രോൾ വേണം, വളരെ കാഷ്വൽ ആയിട്ട് ചെയ്യാൻ പറ്റില്ല, അതിനനുസരിച്ചുള്ള പോളിസികൾ വേണം എന്നൊക്കെ ഉള്ള നിബന്ധനകൾ കൊണ്ടുവരാൻ ഉള്ള കാര്യം. അതനുസരിച്ച് അതിന് മാത്രമല്ല അതിന്റെ റിസ്ക് വെയിറ്റ് കൂട്ടി വെക്കുകയും ചെയ്തു. അപ്പം ഈ കൺട്രോൾ മെഷേഴ്സിന്റെ ഭാഗത്ത് റിസർവ് ബാങ്കിന് പലതരം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അതിലിപ്പോ നമ്മൾ ഓരോ തരം ലോണുകൾക്കും ഈ CRR ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഓരോ തരം ലോണുകൾക്കും ഇത്ര പെർസെന്റേജ് റിസ്ക് വെയിറ്റ് എന്ന് പറയുന്ന ഒരു തീരുമാനമുണ്ട്. അത് ബേസിൽ 3 നോംസ് അനുസരിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നടപ്പാക്കുന്ന ഒരു പോളിസി ഡിസിഷനും കൂടിയാണത്. അപ്പൊ അങ്ങനെ ഈ ചിലതരം ലോണുകളുടെ റിസ്ക് വെയിറ്റ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും കൂടുതൽ ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും ബാങ്കുകൾ. ക്യാപിറ്റൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു റിസോഴ്സാണ് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അൺസെക്യൂർഡ് പേഴ്സണൽ ലോണുകളുടെ റിസ്ക് വെയിറ്റ് 125%, 150% എന്നുള്ള രീതിയിലേക്കൊക്കെ കൂട്ടി വെക്കുമ്പോൾ 100 രൂപയുടെ ലോൺ കൊടുത്തു കഴിഞ്ഞാൽ 150 രൂപ റിസ്ക് വെയിറ്റ് 150 രൂപയ്ക്കുള്ള 9% അല്ലെങ്കിൽ മിനിമം ബേസ് റേറ്റ് 9% ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 12% വെക്കേണ്ടതാണ് 12% വെക്കേണ്ട ഒരു അഡീഷണൽ ഒരു ചലഞ്ച് അവിടെ വരും. ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾക്ക് ഒരു അഡീഷണൽ കമ്മിറ്റ്മെന്റ് ആണ്, ഒരു കോസ്റ്റ്ലി പ്രോസസ്സാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മെഷർ വഴിയും റിസ്ക് വെയിറ്റ് കൂട്ടിയും ഇതുപോലെയുള്ള റെഗുലേറ്ററി ഗൈഡ് ലൈൻസ് കൊടുത്തുകൊണ്ടും ഈ അൺസെക്യൂർഡ് ലോണുകൾ കുറച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ അത് മാനേജബിൾ ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം, കുറച്ചും കൂടെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം എന്നുള്ളൊരു തീരുമാനം റിസർവ് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് സ്ഥാപനങ്ങൾക്ക് കൊടുക്കുകയും സ്ഥാപനങ്ങളെല്ലാം തന്നെ ആ ഡയറക്ഷനിലേക്ക് ഫോൾ ഇൻ ലൈൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ റിക്കവറി മെഷേഴ്സ്, അതുപോലെ കളക്ഷൻ മെഷേഴ്സ് മുതലായിട്ടുള്ള കാര്യങ്ങളിൽ സ്ഥാപനങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധ കൊടുത്തു. അതിനനുസരിച്ചുള്ള ടൂൾസ് എല്ലാം കുറെ കൂടെ ഇംപ്ലിമെന്റ് ചെയ്തു. പഴയ പോലെ ആളുകൾ ചെന്ന് കാശടയ്ക്കുന്ന പറയുന്ന അങ്ങനെ ചെയ്യുന്ന ആളുകൾ ശല്യപ്പെടുത്തുന്ന രീതി മാത്രമല്ല, ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള ഡാറ്റ ബേസ്ഡ് അനലിറ്റിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്, AI ബേസ്ഡ് ആയിട്ടുള്ള ടൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോൾ സെന്റേഴ്സും കോൺടാക്ട് സെന്റേഴ്സും ഒക്കെ ധാരാളം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം വളരെ സയന്റിഫിക് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഡ്രിവൺ ആയിട്ടുള്ള ധാരാളം കളക്ഷൻ മെത്തേഡുകളെല്ലാം ബാങ്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ അൺസെക്യൂർഡ് ലോണുകളുടെ കാര്യത്തിലാണെങ്കിലും അതിന്റെ കളക്ഷൻ ഇംപ്രൂവ് ചെയ്തു, റിക്കവർ ഇംപ്രൂവ് ചെയ്തു, അതിലുള്ള നോൺ പെർഫോമിംഗ് അസറ്റിന്റെ ലെവൽ കുറഞ്ഞു, സ്ട്രെസ് കുറഞ്ഞു. അത് ഒരു സൈഡ്. മറ്റൊരു സൈഡ് ഓവറോൾ ബാങ്കുകളുടെ അസറ്റ് സൈഡിൽ ബാലൻസ് ഷീറ്റിലുള്ള കളക്ഷൻ റിക്കവറി എഫർട്ട് ബെറ്റർ ചെയ്തതിൽ അവിടെയും ഇംപ്രൂവ്മെന്റ് ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് ഗ്രോസ് NPAയും നെറ്റ് NPAയും ബാങ്കിങ് സിസ്റ്റത്തിൽ ഇംപ്രൂവ് ചെയ്ത് വന്നു എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഗവർണർ ഇന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം. സർ, ഏതായാലും നമ്മളുടെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ധാരാളം ഇൻസൈറ്റ്സ് ഇനിയും താങ്കൾക്ക് പങ്കുവെക്കാനുണ്ടാവും, പക്ഷേ സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത്. ഏതായാലും താങ്ക് യു സോ മച്ച് സാർ, ഇത്രയും സമയം വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് പങ്കുവെച്ചത്. ഏതായാലും ഈ ഒരു പരിപാടിയിലേക്ക് എത്തുന്നതിനും നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ മാർക്കറ്റ് ബ്രേക്കിൻ്റെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അതിനോടൊപ്പം തന്നെ മറ്റ് ന്യൂസും ഒക്കെ ആയിട്ട് കുറച്ച് സമയങ്ങൾക്കകം മാർക്കറ്റ് അപ്ഡേറ്റ്സിൽ കാണാൻ സാധിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.